വൈപ്പിനിൽ നിന്നും കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങളുടെ വലകൾ കീറി നശിച്ചു. പരീക്ഷണം, ആദിത്യൻ, ജലനിധി, ആണ്ടവൻ, അയ്യപ്പ ജ്യോതി, ഉന്നതൻ, ആറാട്ട്, സ്നേഹദീപം എന്നീ വള്ളങ്ങളുടെ വലകളാണ് കടലിൽ താഴ്ന്നുപോയിരുന്ന കപ്പലിന്റെ അവശിഷ്ടത്തിൽ കുടുങ്ങി കീറിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഏകദേശം ഓരോ വള്ളത്തിനും 6 മുതൽ 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് പുതുതായിട്ട് ഒരു ഉടക്ക് പോലെ ഉള്ള സ്ഥലങ്ങളിലാണ് രൂപപ്പെട്ടത്. അത് ഏകദേശം കണ്ടെയ്നർ പോലുള്ള വസ്തുവാണ് ഞങ്ങളുടെ വലയിൽ കുടുങ്ങിയതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ രൂപത്തിൽ അത് കണ്ടെയ്നർ പോലുള്ള, അപ്പോൾ ഈ കപ്പൽ മുങ്ങിയതിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ കപ്പൽ തീപിടിച്ചതിൽ നിന്നുള്ളതായ കണ്ടെയ്നർ നമ്മളുടെ കടലിൽ ഉണ്ട്. അതിലുടക്കിയാണ് ഞങ്ങളുടെ വല കേട് സംഭവിച്ചിരിക്കുന്നത്. ആ കേടിന് തന്നെ ഒരു 10 ലക്ഷം രൂപയോളം ഇനി മെയിൻ്റനൻസ് ആയിട്ട് ചിലവ് വരും. 6 ലക്ഷം രൂപക്ക് മുകളിൽ തന്നെ വല ഞങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അത്രയും വലകളും പിന്നെ റിപ്പയർ ചെയ്യുന്ന ദിവസങ്ങളിൽ വരുന്ന ചിലവും പിന്നെ ഇനി തൊഴിലെടുക്കാൻ പറ്റാതെ വരുന്ന ഞങ്ങളുടെ മറ്റ് ദിവസങ്ങളും തൊഴിൽ നഷ്ടങ്ങളും ഇതെല്ലാം കൂടി ചേർന്നാലൊരു 10 ലക്ഷം രൂപ മുകളിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് തന്നെ നഷ്ടം വരുന്നുണ്ട്. ഈ സാമ്പത്തിക നഷ്ടത്തിനപ്പുറം ഞങ്ങൾക്ക് ഇത്തരം അപകടങ്ങൾ സംഭവിച്ച ഈ കപ്പൽ കമ്പനിയെ കൊണ്ട് അതിൻ്റെ അല്ലെങ്കിൽ സർക്കാരോ കോടതിയോ ഇടപെട്ട് കടലിൽ കിടക്കുന്ന കണ്ടെയ്നറുകൾ നീക്കം ചെയ്ത് തരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഓരോ വള്ളങ്ങളിൽ ഏകദേശം 60ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവരുടെ കുടുംബവും ഇതോടെ പട്ടിണിയിലാകും. ട്രോളിംഗ് നിരോധനം കഴിയുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്.